നമുക്കിന്നൊരു മുട്ടക്കറി നോക്കാം കേട്ടോ. എങ്ങനെയാ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് പറയാം. ആദ്യം നമുക്ക് എടുക്കേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു 2 സവാള ചെറുതായി അരിഞ്ഞത്, 3 തക്കാളി പേസ്റ്റ് ആക്കിയത്, ഞാനൊരു 5 മുട്ട പുഴുങ്ങിയതാണ് എടുത്തേക്കുന്നത്. അത് നടുവിൽ നിന്ന് കീറി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ ചൂടാക്കുക, അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക, അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിലോട്ട് ഈ നടുവേ കീറി വെച്ചേക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ഷേപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല തീയിൽ കിടന്ന് നല്ല രീതിയിൽ ആ മുട്ടയിലെ മസാല എല്ലാം പിടിക്കുന്നുണ്ട്. അതിന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ല രീതിയിൽ മസാല പിടിക്കണം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ഉണ്ണി പൊട്ടാത്ത രീതിയിലാണ് അത് തിരിച്ചിട്ട് കൊടുക്കുക. അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ, പ്രത്യേകം. ഇനി എന്ത് ചെയ്യാം, നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ, എന്നാലും കുറച്ചുകൂടെ പരിപാടികളുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക, അതിലാവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക, കടുക് ഇടുക. കടുക് നല്ല രീതിയിൽ പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. മൂത്ത് വീഴാതെ പ്രത്യേകം സൂക്ഷിക്കണം. അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ വഴറ്റുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. നമുക്ക് നല്ല രീതിയിൽ ബ്രൗണിഷ് കളർ വേണം. പെട്ടെന്ന് ബ്രൗണിഷ് കളർ ആവുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പകുതി വേവായിട്ടുണ്ട്. ഒരു ആവിയിലൊക്കെ കിടന്നിങ്ങനെ തിളയ്ക്കുന്നു. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ബ്രൗണിഷ് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ അത് വഴറ്റുക. നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ആ ഒരു പച്ചമുളകിൻ്റെത് ആ ഒരു എരിവ് ആ ഒരു ഉള്ളിയിലെല്ലാം മിക്സ് ആവണം. അതിനുശേഷം നമുക്ക് മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ആഡ് ചെയ്യുക. ഇതിൽ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത്. നിങ്ങളത് എന്തായിരുന്നാലും ആഡ് ചെയ്യണം. നല്ലൊരു ഇതൊക്കെ വന്ന് ആ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ടൊമാറ്റോ അരച്ച് വെച്ചേക്കുന്നത് അതിൽ ഒഴിച്ചു കൊടുക്കുക. അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ഇനി നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ ആ ഒരു ടൊമാറ്റോയുടെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഒഴിച്ചത്. നിങ്ങൾ എടുത്തിട്ടുള്ള സാധനത്തിന്റെ അളവിൽ ആ ഒരു ഗ്രേവി ആവുന്ന രീതിയിൽ വെള്ളം എടുക്കുക. അപ്പൊ നല്ല രീതിയിൽ തിളച്ചു വരും. ഇനി ഇതിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നമുക്ക് ആ മാറ്റി വെച്ചേക്കുന്ന മുട്ട ഇതിലോട്ട് ആഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആ മുട്ടയുടെ ഉണ്ണി പൊട്ടാത്ത രീതിയിൽ ആ ഗ്രേവി എല്ലാം ഇതിൽ മിക്സ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ചോറെടുക്കുക, അതിൽ കുറച്ച് മുട്ടക്കറി എടുക്കുക, അതിൻ്റെ ഗ്രേവി വയ്ക്കുക, കുറച്ച് കഴിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു മുട്ടക്കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.